ഹലോ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രീം ക്യാച്ചറാണ്. അമേരിക്കയിലുള്ള ഗോത്രവർഗ്ഗക്കാർക്കിടയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ ഡ്രീം ക്യാച്ചർ തൂക്കിയിടുവാണെങ്കിൽ നമ്മൾ രാത്രി കാണുന്ന ചീത്ത സ്വപ്നങ്ങളെയെല്ലാം അത് ക്യാച്ച് ചെയ്ത് രാവിലത്തെ ആദ്യത്തെ സൂര്യരശ്മി തട്ടുമ്പോൾ അത് കരിഞ്ഞു പോകുമെന്ന്. മാത്രമല്ല, നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങളെല്ലാം അതിൻ്റെ തൂവല വഴി അതിന് താഴെ കിടന്നുറങ്ങുന്ന ആളിലോട്ട് എത്തുമെന്നും. നമ്മുടെ വീട്ടിലാണെങ്കിലും അതേപോലെ കാറിൻ്റെ മിററിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഡ്രീം ക്യാച്ചർ പൊതുവെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായൊരു ഡ്രീം ക്യാച്ചറാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രീം ക്യാച്ചറിൻ്റെ സർക്കിളാണ്. ഇത് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിൾ ഓഫ് ലൈഫായിട്ടാണ്. നമുക്ക് ഷോപ്സിലൊക്കെ ഡ്രീം ക്യാച്ചറിന് വേണ്ടി ഒരു സ്പൈറൽ റൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ഇർക്കിലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇർക്കിൽ അധികം ബലം ഉപയോഗിക്കാതെ നമുക്ക് വേണ്ട റൗണ്ടിലൊന്ന് വളച്ചെടുക്കണം. എന്നിട്ട് ഈ കനമുള്ള ഭാഗം ഈ റൗണ്ടിനുള്ളിലൂടെ ഇതുപോലെ എടുക്കണം. ബാക്കി വന്ന ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഇർക്കിലിയുടെ അറ്റം ഇതിനിടയിലായിട്ട് ഒന്ന് കൊളുത്തി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഇർക്കിലി റൗണ്ടിനുള്ളിലൂടെ ഇതുപോലെ പാസ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇർക്കിലിൻ്റെ മുകളിൽ അധികം ബലം ഉപയോഗിക്കരുത്. അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മുഴുവനായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് മാറുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വൺ ഇർക്കിലിയും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു നോക്കിയാൽ അറിയാം ഇത് നല്ല സ്ട്രോങ് ആണ്. നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇത് ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. ഇനി ഇതിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും പിന്നെ ഇതൊന്ന് ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഞാനൊന്ന് ചെറുതായി ചൂടാക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ വുഡൻ വാർണിഷ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫിനിഷും കിട്ടും. ഇനി നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ വെബ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാനൊരു 8 പോയിൻറ്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റിനോട് ചേർന്ന് നൂല് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റ്സുമായി ഇതുപോലെ ഓരോ കെട്ടിട്ട് കൊടുത്തു പോകണം. നൂൽ ലൂസാവാതിരിക്കാൻ നല്ല പോലെ ടൈറ്റാക്കി വെച്ച് തന്നെ ഇത് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ തുടങ്ങിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെ ഇതുപോലൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ ബേസ് ലെയർ കംപ്ലീറ്റ് ആയി. അടുത്ത ലെയേഴ്സ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനൊരു സൂചിയിൽ ഇതുപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊട്ടടുത്തുള്ള നൂലിൻ്റെ സെൻറ്ററിലായി ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുത്ത ഭാഗത്തൊന്ന് പിടിച്ചു കൊടുത്താൽ നൂല് അവിടുന്ന് തെന്നി മാറാതെ ഇരുന്നോളും. ഇതിൻ്റെ ഇടയ്ക്കായി കുറച്ച് മുത്തുകൂടെ നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ മുത്തുകളൊക്കെ കോർക്കാൻ ഈ സൂചികൾ കുറച്ച് പാടായതുകൊണ്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ചെമ്പുകമ്പി എടുത്തിട്ടുണ്ട്. ഈ വെബ് ഒരു ചെലന്തി വലയായിട്ടും നമ്മൾ ഇതിനുള്ളിൽ ആഡ് ചെയ്യുന്ന ഓരോ മുത്തും ഈ വല നെയ്തുകൊണ്ടിരിക്കുന്ന ചെലന്തിയായിട്ടും നമ്മൾ കാണുന്ന ദുസ്വപ്നങ്ങളെല്ലാം ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കും എന്നുമാണ് വിശ്വസിക്കുന്നത്.
കംപ്ലീറ്റ് ആയി തുന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായി നമുക്കൊരു മുത്തുകൂടെ കോർത്ത് കൊടുക്കാം. ഫെദറായിട്ട് ഞാൻ മയിൽപ്പീലിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റത്തായി ഒരു നൂല് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുത്തുകൂടെ കോർത്തെടുക്കണം. പീലിയുടെ അറ്റം ഈ മുത്തിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. ഇനി താഴെയുള്ള 3 പോയിൻറ്റ്സിലായി നിങ്ങളുടെ ഇഷ്ടമുള്ള ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കണം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടിയൊരു നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഡ്രീം ക്യാച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനലിലെ കണ്ടൻ്റ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വട്ടം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.